ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ മഴതോരും മുമ്പേ പുതിയ പ്രൊമോയില് രോഹിത് ജയിലിൽ നിന്നും ഇറങ്ങുകയാണ് കൂട്ടുകാരെ. അപ്പുറത്ത് നമ്മുടെ കമലയാണെങ്കിൽ മനുവിനോട് മെക്കിട്ട് കയറിക്കൊണ്ടിരിക്കുക. നിനക്ക് അവളോട് പറഞ്ഞത് നിന്റെ സ്വന്തം അനിയനെയും കൂടി രക്ഷപ്പെടുത്താൻ പാടില്ലായിരുന്നോ, നീ എന്ത് ദ്രോഹിയാടാ എന്നൊക്കെ പറയും. അപ്പൊ മനു പറയുന്നുണ്ട്, ഉപ്പ് തിന്നവൻ എന്തായാലും വെള്ളം കുടിക്കണം അമ്മേ എന്ന് പറയുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ രോഹിത് ജയിലിൽ നിന്നും ഇറങ്ങുന്നു. അവിടെ ബാലചന്ദ്രനും ബബിതയും രോഹിത്തിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാകും. രോഹിത് ആരോടും മിണ്ടാതെ കാറിൽ വന്ന് കയറുന്നു. വീട്ടിൽ വന്ന് ഇറങ്ങിയതിന് ശേഷമാണെങ്കിൽ ആരോടും സംസാരിക്കുന്നില്ല. അപ്പൊ വൈജയന്തിനെ നമ്മുടെ ബബിത വിളിച്ച് പറയുന്നുണ്ട് ഇങ്ങനെ രോഹിത്തേട്ടൻ പുറത്തിറങ്ങി എന്നുള്ള കാര്യം. അപ്പൊ വൈജയന്തി പറയുന്നുണ്ട് എനിക്ക് അവനോട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ രോഹിത് പറയാണ് എനിക്ക് ആരോടും സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് എന്താ പറയാ ഫോൺ അങ്ങോട്ട് മേടിച്ച് കട്ട് ചെയ്യുക കേട്ടോ. പിന്നീട് നമ്മുടെ രോഹിത് മുറി അടച്ച ഒറ്റയിരിപ്പ്. അപ്പൊ നമ്മുടെ അലീന കുറച്ച് എന്താ പറയാ ഡ്രിങ്ക്സ്, വെള്ളവും കുടിക്കാനുള്ള വെള്ളവും കഴിക്കാൻ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ആയിട്ട് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ രോഹിത് എന്തൊരു ശല്യം ഇത്, ജയിലിൽ പോലും ഇത്രയും ശല്യം ഉണ്ടായില്ല എന്ന് പറഞ്ഞ് നമ്മുടെ അലീനയെ അവിടെ നിന്ന് ഓടിക്കുന്നുണ്ടേ. പിന്നെ നമ്മുടെ അലീന ട്രെയിൽ കൊണ്ടുവന്ന് വെച്ച ആ ഒരു വെള്ളവും ഫുഡൊക്കെ നമ്മുടെ രോഹിത് തട്ടിത്തെറിപ്പിച്ച് കളയുന്ന ഒരു നിമിഷങ്ങൾ അതൊക്കെ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിച്ചതേ. അപ്പൊ രോഹിത്തിന്റെ ഈ ഒരു സ്വഭാവം കണ്ടിട്ട് നമ്മുടെ അലീന ആകപ്പാടെ ഞെട്ടി തകർന്ന് നിൽക്കുന്നുണ്ടേ. ഇനി എന്തൊക്കെ സംഭവിക്കാൻ കിടക്കുന്നു അല്ലെ, കാത്തിരിക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.